ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ബോക്സ് ഓഫീസ് മെമ്മറീസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 1991 വർഷത്തിലെ മെയ് മാസത്തിൽ പുറത്തിറങ്ങിയ മലയാള ചിത്രങ്ങളെക്കുറിച്ചുള്ള വിശകലനങ്ങളാണ്. മമ്മൂട്ടി, മോഹൻലാൽ, ജയറാം എന്നീ മുൻനിര താരങ്ങളുടെ ചിത്രങ്ങൾ റിലീസ് ചെയ്ത 91 മെയ് മാസത്തിൽ ആകെ 7 മലയാള ചിത്രങ്ങളാണ് തിയേറ്ററുകളിലെത്തിയത്. മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും ഓരോരോ ചിത്രങ്ങളും ജയറാമിൻ്റെയും മുകേഷിൻ്റെയും ഈ 2 ചിത്രങ്ങൾ വീതവുമാണ് 91 മെയ്യിൽ തിയേറ്ററുകളിലെത്തിയത്. ഇതിൽ കോമഡിക്ക് പ്രാധാന്യം നൽകിയെടുത്ത ചിത്രങ്ങളായിരുന്നു കൂടുതലും റിലീസ് ചെയ്തത്. ഇനി ഏതൊക്കെയാണ് 91 മെയ്യിൽ പുറത്തിറങ്ങിയ മലയാള ചിത്രങ്ങളെന്ന് നോക്കാം. 1991 മെയ് മാസത്തിൽ പുറത്തിറങ്ങിയ ആദ്യത്തെ ചിത്രമായിരുന്നു മെയ് 1 തിയേറ്ററുകളിലെത്തിയ കൺകെട്ട്. മെയ് 1 തിയേറ്ററുകളിലെത്തിയ കൺകെട്ട് ശ്രീനിവാസൻ നായക വേഷം കൈകാര്യം ചെയ്ത ഈ ചിത്രത്തിൽ ജയറാമും തുല്യ പ്രാധാന്യമുള്ളൊരു വേഷം അവതരിപ്പിച്ചിരുന്നു. കോമഡി ഫാമിലി എന്റർടൈനർ കാറ്റഗറിയിൽ പെടുത്താവുന്ന ഈ ചിത്രം രാജൻ ബാലകൃഷ്ണനായിരുന്നു സംവിധാനം ചെയ്തിരുന്നത്. സാഗ ഫിലിംസ് നിർമ്മിച്ച കൺകെട്ട് ശ്രീനിവാസന്റെ കഥാ തിരക്കഥാ സംഭാഷണത്തിലൊരുങ്ങിയ ചിത്രമായിരുന്നു. കോമഡി ചിത്രങ്ങൾ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്ക് സംതൃപ്തി നൽകിയ ഈ ചിത്രം എന്നാൽ ബോക്സ് ഓഫീസിൽ വേണ്ട രീതിയിൽ ശോഭിച്ചില്ല. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി പരാജയപ്പെട്ട ചിത്രമായി മാറി കൺകെട്ട്. ശോഭന നായികയായി എത്തിയ ഈ ചിത്രത്തിൽ ഗീതാ വിജയൻ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, മാമുക്കോയ, ക്യാപ്റ്റൻ രാജു, ലാലു അലക്സ്, KPS ലളിത, ഫിലോമിന, ചിത്ര തുടങ്ങി നിരവധി താരങ്ങൾ കൊണ്ട് സമ്പന്നമായിരുന്നു. ഒരു സത്യനന്ദിക്കാട് ചിത്രത്തിന്റെ പ്രതീതി ജനിപ്പിച്ച കൺകെട്ടിന്റെ സംഗീത സംവിധാനം ജോൺസൺ ആയിരുന്നു നിർവഹിച്ചത്. 91 മെയ് മാസത്തിൽ പുറത്തിറങ്ങിയ രണ്ടാമത്തെ ചിത്രമായിരുന്നു മോഹൻലാൽ നായകനായി എത്തിയ വാസ്തുഹാര. മെയ് 3 ഈ ചിത്രം തിയേറ്ററുകളിലെത്തിയത്. ഒരു അവാർഡ് കാറ്റഗറിയിൽ പെടുത്താവുന്ന ഈ ചിത്രം സംവിധാനം ചെയ്തത് അരവിന്ദനായിരുന്നു. നിരവധി പുരസ്കാരങ്ങൾ കൈവരിച്ച ഈ ചിത്രം ഏറെ നിരൂപക ശ്രദ്ധ നേടിയെടുത്ത ചിത്രമായിരുന്നു. CV ശ്രീരാമന്റെ കഥയ്ക്ക് അരവിന്ദൻ തന്നെ തിരക്കഥയും സംഭാഷണവും ഒരുക്കിയ ഈ ചിത്രത്തിൽ മോഹൻലാൽ മികച്ച അഭിനയമായിരുന്നു കാഴ്ചവെച്ചിരുന്നത്. പാരഗൺ മൂവി മേക്കേഴ്സിന്റെ ബാനറിൽ രവീന്ദ്രനാഥ് നിർമ്മിച്ച ഈ ചിത്രത്തിൽ നീന ഗുപ്തയായിരുന്നു നായികാവേഷം കൈകാര്യം ചെയ്തത്. പത്മിനി, ശോഭന, NL ബാലകൃഷ്ണൻ തുടങ്ങിയവരും പ്രധാനപ്പെട്ട വേഷങ്ങൾ കൈകാര്യം ചെയ്ത ഈ ചിത്രം ബോക്സ് ഓഫീസിൽ എന്നാൽ തീരെ ശ്രദ്ധിക്കപ്പെട്ടില്ല. കൊമേഴ്സ്യൽ വിജയം ലക്ഷ്യമാക്കിയായിരുന്നില്ല ഈ ചിത്രം തിയേറ്ററുകളിലെത്തിയത്. അവാർഡ് ചിത്രങ്ങളെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്ക് വാസ്തുഹാര ഏറെ സംതൃപ്തിയാണ് അക്കാലത്ത് സമ്മാനിച്ചത്. 91 മെയ് മാസത്തിൽ പുറത്തിറങ്ങിയ മൂന്നാമത്തെ ചിത്രമായിരുന്നു മെയ് 3 തന്നെ തിയേറ്ററുകളിലെത്തിയ സുന്ദരിക്കാക്ക. മഹേഷ് സോമൻ കഥാ തിരക്കഥ സംഭാഷണം സംവിധാനം എന്നിവ നിർവഹിച്ച ഈ ചിത്രം സൂര്യ ക്രിയേറ്റേഴ്സ് ആയിരുന്നു നിർമ്മിച്ചത്. രേഖ നായികയായെത്തിയ ഈ ചിത്രത്തിൽ മനോജ് കെ ജയൻ, ജഗദീഷ്, സിദ്ദിഖ്, റിസബാവ, ഇന്നസെന്റ്, ഗണേഷ് കുമാർ, മാമുക്കോയ തുടങ്ങിയവരായിരുന്നു പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. സുരേഷ് ഗോപി ഈ ചിത്രത്തിൽ വളരെ ചെറിയൊരു വേഷത്തിൽ എത്തിയിരുന്നു. ജോൺസൺ സംഗീത സംവിധാനം നിർവഹിച്ച ഈ ചിത്രം എന്നാൽ ബോക്സ് ഓഫീസിൽ കാര്യമായ ചലനം സൃഷ്ടിച്ചില്ല. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി പരാജയപ്പെട്ടൊരു ചിത്രമായിരുന്നു സുന്ദരിക്കാക്ക. 91 മെയ് മാസത്തിൽ പുറത്തിറങ്ങിയ അടുത്ത ചിത്രമായിരുന്നു മെയ് 10 തിയേറ്ററുകളിലെത്തിയ മമ്മൂട്ടി നായകനായ അടയാളം. സസ്പെൻസ് ത്രില്ലർ ചിത്രങ്ങളുടെ സൂപ്പർ ഹിറ്റ് സംവിധായകനായിരുന്ന K. മധു സംവിധാനം ചെയ്ത ഈ ചിത്രം പാതുവ ക്രിയേഷൻസിന്റെ ബാനറിൽ നടൻ ജനാർദ്ദനായിരുന്നു നിർമ്മിച്ചിരുന്നത്. SN സ്വാമി കഥാ തിരക്കഥാ സംഭാഷണം ഒരുക്കിയ അടയാളവും ഒരു തികഞ്ഞ സസ്പെൻസ് ത്രില്ലർ ചിത്രമായിരുന്നു. മമ്മൂട്ടി പ്രൈവറ്റ് ഡിറ്റക്റ്റീവായി വേഷമിട്ട ഈ ചിത്രം ഒരു കുടുംബത്തെ ചുറ്റിപ്പറ്റി നടക്കുന്ന കൊലപാതകവും അതിന്റെ ചുരുളഴിയിക്കുന്ന സംഭവബഹുലമായ മുഹൂർത്തങ്ങളും അടങ്ങിയ ചിത്രമായിരുന്നു. തരക്കേടില്ലാത്ത സസ്പെൻസ് ചിത്രമായിട്ടും അടയാളം പ്രേക്ഷകർക്ക് വേണ്ട രീതിയിൽ സംതൃപ്തി നൽകിയില്ല. അതുകൊണ്ട് തന്നെ ബോക്സ് ഓഫീസിൽ പരാജയമായി മാറിയ ചിത്രമായിരുന്നു അടയാളം. ശോഭനയും രേഖയും നായികമാരായി എത്തിയ ഈ ചിത്രത്തിൽ മുരളി, വിജയരാഘവൻ, KP ഉമ്മർ, മണിയൻപിള്ള രാജു, കൽപ്പന തുടങ്ങിയവരായിരുന്നു മറ്റു പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ശ്യാം ആയിരുന്നു ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത്. 91 മെയ് മാസത്തിൽ പുറത്തിറങ്ങിയ അടുത്ത ചിത്രമായിരുന്നു മെയ് 25 തിയേറ്ററുകളിലെത്തിയ മുകേഷ് നായകനായ ഇന്നത്തെ പ്രോഗ്രാം. PG വിശ്വംഭരൻ സംവിധാനം ചെയ്ത ഈ ചിത്രം ഒരു ഫാമിലി കോമഡി എന്റർടൈനർ കാറ്റഗറിയിലുള്ള ചിത്രമായിരുന്നു. തമിഴ് നടി രാധ മുകേഷിന്റെ നായികയെത്തിയ ഈ ചിത്രത്തിൽ സിദ്ദിഖ്, ബൈജു, മാമുക്കോയ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, കൽപ്പന, സൈനുദ്ദീൻ തുടങ്ങിയവരായിരുന്നു പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. സിമ്പിൾ പ്രൊഡക്ഷൻസ് നിർമ്മിച്ച ഈ ചിത്രത്തിന്റെ തിരക്കഥയും സംഭാഷണവും കലൂർ ഡെന്നിസ് ആയിരുന്നു നിർവഹിച്ചിരുന്നത്.
കോമഡി ഫാമിലി ചിത്രങ്ങൾ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്ക് സംതൃപ്തി നൽകിയ ഇന്നത്തെ പ്രോഗ്രാം തരക്കേടില്ലാത്ത കളക്ഷൻ നേടിയെടുത്തതുകൊണ്ട് തന്നെ ബോക്സ് ഓഫീസിൽ ആവറേജ് വിജയം കൈവരിച്ചു. ജോൺസൺ ആയിരുന്നു ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത്. 91 മെയ്യിൽ പുറത്തിറങ്ങിയ അടുത്ത ചിത്രമായിരുന്നു മെയ് 30 തിയേറ്ററുകളിലെത്തിയ ഭരതൻ സംവിധാനം ചെയ്ത കേളി. ജയറാമിനെ കേന്ദ്ര കഥാപാത്രമാക്കി അനുഗ്രഹ സിനി ആർട്സ് അണിയിച്ചൊരുക്കിയ ഈ ചിത്രം ഒരു ഫാമിലി ഡ്രാമ കാറ്റഗറിയിലുള്ള ചിത്രമായിരുന്നു. ജയറാം വികലാംഗനായി അഭിനയിച്ച ഈ ചിത്രത്തിൽ ചാർമിളയായിരുന്നു നായിക. മുരളി വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ച ഈ ചിത്രത്തിൽ ഇന്നസെന്റ് ആയിരുന്നു വില്ലൻ വേഷത്തിലെത്തിയിരുന്നത്. ഭരതൻ തന്നെ തിരക്കഥയൊരുക്കിയ ഈ ചിത്രത്തിൽ നെടുമുടി വേണു, KPS ലളിത, സുകുമാരി, പപ്പു തുടങ്ങിയവരായിരുന്നു മറ്റു പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. കുടുംബ പ്രേക്ഷകർക്ക് ഇടയിൽ നല്ല അഭിപ്രായം നേടിയെടുത്ത കേളി അതുകൊണ്ട് തന്നെ സാമാന്യം തരക്കേടില്ലാത്ത കളക്ഷൻ നേടി. റിലീസ് സെന്ററുകളിൽ 50 ദിവസത്തിന് മുകളിൽ പ്രദർശിപ്പിച്ച ഈ ചിത്രം ആവറേജ് വിജയം കൈവരിച്ച ചിത്രമായിരുന്നു. ജയറാം മികച്ച അഭിനയം കാഴ്ചവെച്ച ഈ ചിത്രത്തിൽ ജോൺസൺ സംഗീത സംവിധാനം നിർവഹിച്ച ഗാനങ്ങൾ ഏറെ ശ്രദ്ധ നേടിയിരുന്നു. 91 മെയ്യിൽ പുറത്തിറങ്ങിയ അവസാനത്തെ ചിത്രമായിരുന്നു മെയ് 31 തിയേറ്ററുകളിലെത്തിയ ചെപ്പ് കിലുക്കണ ചങ്ങാതി. മുകേഷ് നായകനായി എത്തിയ ഈ ചിത്രം സംവിധാനം ചെയ്തത് കലാധരനായിരുന്നു. ശ്രീ മുത്തപ്പൻ ഫിലിംസ് നിർമ്മിച്ച ഈ ചിത്രത്തിന്റെ കഥാതിരക്കഥ സംഭാഷണം രാജൻ കിരിയത്തും വിനു കിരിയത്തും ചേർന്നായിരുന്നു നിർവഹിച്ചിരുന്നത്. ജഗദീഷ് പ്രധാനപ്പെട്ട ഒരു വേഷം കൈകാര്യം ചെയ്ത ഈ ചിത്രത്തിൽ ശരണ്യായിരുന്നു നായിക. KPS ലളിത, മാമുക്കോയ, കൃഷ്ണൻകുട്ടി നായർ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, വിജയരാഘവൻ, മഹേഷ് തുടങ്ങിയവർ പ്രധാനപ്പെട്ട വേഷങ്ങൾ കൈകാര്യം ചെയ്ത ചെപ്പിലിക്കണ ചങ്ങാതി കോമഡി ഫാമിലി കാറ്റഗറിയിലുള്ള ചിത്രമായിരുന്നു. തരക്കേടില്ലാത്ത അഭിപ്രായം നേടിയെടുത്ത ഈ ചിത്രം അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി ആവറേജ് വിജയം കൈവരിച്ച ചിത്രമായിരുന്നു. ജോൺസൺ ആയിരുന്നു ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത്. ആകെ സമ്മറി നോക്കുമ്പോൾ 91 മെയ്യിൽ പുറത്തിറങ്ങിയ 7 ചിത്രങ്ങളിൽ ഒരു ചിത്രം പോലും ക്ലീൻ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയെടുത്തില്ല. ചെപ്പ് കിലുക്കണ ചങ്ങാതി, കേളി, ഇന്നത്തെ പ്രോഗ്രാം എന്നീ 3 ചിത്രങ്ങൾ ആവറേജ് വിജയം കരസ്ഥമാക്കി. മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും ചിത്രങ്ങൾ സാമ്പത്തികമായി പരാജയപ്പെട്ടു. അതുകൊണ്ട് തന്നെ സക്സസ് റേഷ്യോ വെറും 21% മാത്രമാണ്. ഇത്രയുമാണ് 91 മെയ്യിൽ പുറത്തിറങ്ങിയ മലയാള ചിത്രങ്ങളെക്കുറിച്ചുള്ള വിശകലനങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.